ടോട്ടൽ 10 ക്യാരക്ടേഴ്സ് മാത്രമേ ഈ സിനിമയിലുള്ളൂ. അതിൽ 8 പേര് ത്രൂ ഔട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ ആക്ഷൻ സീക്വൻസ് ഡയലോഗ്സ് ഒക്കെ വളരെ കുറവാണ് ഈ സിനിമയിൽ. ഒരു 1-2 പേജ് മാത്രമേ ഈ സിനിമയിൽ ഡയലോഗ്സ് ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മേക്കിങ്ങിലൂടെയും ഒരു സൈലന്റ് ആക്ടിങ്ങിലൂടെയൊക്കെയാണ്. പിന്നെ ഒരു ഇന്റർവ്യൂവിന് ശേഷമൊക്കെ ഫൈറ്റ് സീൻസ് ആണ് കൂടുതലുള്ളത്. സംവിധായകന്റെ പേര് സിദ്ദിഖ് മേഗോൺ എന്നാണ്. ഞങ്ങൾ SM എന്ന് പറഞ്ഞൊരു ഷോർട്ട് പേരിലാണ് പോസ്റ്ററിലൊക്കെ കാണുക. അപ്പോൾ അത് SM എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫിലിം നെയിമായിട്ട് ഇട്ടിരിക്കുന്നത്. സിദ്ദിഖ് മേഗോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങൾ ബുക്കോ സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മളെ കൂടെയുള്ള ഒരു സുഹൃത്താണ്, നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പടം ഡിസ്കസ് ചെയ്തതും ചർച്ച ചെയ്തതും. നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ബഡ്ജറ്റിൻ്റെ കൂടുതൽ 3 ഇരട്ടിയിലൊക്കെ കൂടുതൽ പോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മളത് കൂടെ യാത്ര ചെയ്യാതെ അവസാനിപ്പിക്കുക എന്നുള്ള തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളെന്താ പറയുക, പലരോടും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി. ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നിന്നൊക്കെ ഒരുപാട് കാശ് വേറെ പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങി. അത് നമ്മൾ പോലും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ ഒരു സ്വന്തം അനുജനെ പോലെയൊക്കെ സ്നേഹിച്ചത് കൊണ്ടും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു കുറച്ച് നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലായിപ്പോയി മൊത്തത്തിലെല്ലാം. അപ്പോൾ അത് നമ്മൾ അവരോട് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പടം റിലീസാവുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് തോന്നിയിരുന്ന് സംസാരിക്കണം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു. പക്ഷെ മൂപ്പർ അങ്ങനെ ഒരു പിടുത്തം തരാതെ മാറി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമയിലുള്ള ഈ പേര് പറഞ്ഞ ലീച്ച് അട്ട എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മൾ സംസാരിച്ച് പടം തുടങ്ങുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവരാം, കണക്ഷൻസ് ഉണ്ട്, ബിസിനസ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വരും. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ കണ്ടതും നമ്മളങ്ങനെ നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളാണ് നമ്മളാണ്. പക്ഷെ വർക്കിന്റെ വയസ്സിലൊന്നും അയാളൊരു മോശമായിട്ടുള്ളൊരു വർക്കും ചെയ്തില്ല. എല്ലാം നല്ല വർക്കിന്റെ കാര്യത്തിൽ ക്വാളിറ്റിയുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട് പ്രൊജക്റ്റ്. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയൊരു സാമ്പത്തിക പ്രശ്നം നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള ഒരു വിഷയം കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു, നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തതിനെക്കാട്ടി മുന്നേ നമുക്ക് തോന്നിയിരുന്ന് സംസാരിക്കണം, എല്ലാം ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് തയ്യാറായില്ല. ഇനിയിപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലീഗായിട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ. ഞങ്ങൾ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ സോങ് അതുപോലെ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും നമ്മളിത് രണ്ടും ഞങ്ങൾ ചെന്നൈയിൽ വെച്ച് ഇന്നലെ കഴിഞ്ഞു. അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അന്ന് മുതൽ തന്നെ നമ്മൾ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം സഹകരിക്കാത്തതുകൊണ്ടും അദ്ദേഹം ഇങ്ങനെയുള്ള ചില ചതികൾ കാണിച്ചതുകൊണ്ടും നമ്മളെ കൂടെയുള്ള ടെക്നീഷ്യന്മാരായാലും നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സിനൊക്കെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേര് വെക്കേണ്ട, അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ പോട്ടെ, നമുക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ ചിലപ്പോൾ ആ പേര് വെച്ചിട്ട് പിന്നെ വേറൊരു പ്രൊഡ്യൂസറെയും കൂടി പറ്റിക്കാൻ നിൽക്കണ്ട എന്നുള്ള ഒരു സൂചന എല്ലാം കൊടുക്കാമെന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ നമ്മളത് അദ്ദേഹത്തെ ഇപ്പോൾ കാണാത്തത്. പക്ഷെ വർക്കിന്റെ വയസ്സ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കംപ്ലൈൻസ് ഉണ്ട്. ചെയ്ത വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന പോലെ അല്ലല്ലോ, നമ്മൾ പറ്റിക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റിലേക്ക് പോയി. റിലീസെല്ലാം അടക്കാകുമ്പോഴേക്കും ഒരു അറൗണ്ട് 2 CR അടുത്തോളം ബഡ്ജറ്റ് വരും. അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ സുഹൃത്ത് എന്നുള്ളതിൽ തന്നെയാണ് തുടങ്ങിയതെല്ലാം. അദ്ദേഹത്തെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടറായിട്ട് നമ്മൾ കണ്ടതല്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് പൈസയുണ്ട് എന്ന് കണ്ടിട്ടും നമ്മൾ ചെയ്തതൊന്നുമല്ല. നമ്മൾ അദ്ദേഹത്തിന് കയ്യിൽ നല്ല കഥകളുണ്ട്, ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട്, നല്ല പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിലിപ്പം ബഡ്ജറ്റ് കൂടിപ്പോയാലും നമുക്ക് അടുത്ത പ്രൊജക്റ്റൊക്കെ വരുമ്പോഴേക്കും നമുക്കത് കവറപ്പ് ചെയ്യാം എന്നുള്ള ധാരണയിലായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നുണകളിൽ നിന്നും നുണകളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അടുത്ത് അങ്ങനെയുള്ള പൈസകളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ചോദിക്കുമ്പോൾ റെസ്പോൺസ് ഇല്ലാത്തൊരവസ്ഥ, കാണാൻ പറ്റാത്തൊരവസ്ഥ,